CN രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജോർജ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന കാലവിളംബരം ആസന്ന ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മുനമ്പം കടപ്പുറത്തെ ജനതയ്ക്ക് നീതി നടപ്പാക്കാൻ സർക്കാർ ഉടൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് കാക്കനാട് കളക്ടറേറ്റിന് മുന്നിൽ വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോരിച്ചെരിയുന്ന മഴയെ അവഗണിച്ച് നൂറുകണക്കിന് പേർ പങ്കെടുത്ത റാലിയും ധർണയ്ക്ക് മുന്നേ നടന്നു. CN രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്ന് KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജോർജ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പം ജനതയെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന കാലവിളംബം ആസന്ന ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും KRLCC വൈസ് പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തി. വില കൊടുത്തു വാങ്ങിയ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന മുനമ്പം കടപ്പുറത്തെ ജനതയ്ക്ക് നീതി നടപ്പാക്കാൻ സർക്കാർ ഉടൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് കാക്കനാട് കളക്ടറേറ്റിന് മുന്നിൽ വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുനമ്പത്ത് മാത്രം ഒരു പ്രാദേശിക വിഷയമായി ഇതിനെ ഗവൺമെന്റ് കണക്കാക്കുന്നുവെങ്കിൽ അത് ഗവൺമെന്റിന് പറ്റിയ തെറ്റാണ്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, കേരളത്തിലെ തീരദേശം മുഴുവനും ഈ മുനമ്പൻ ജനത്തോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ സമരം ഇവിടെ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഗവൺമെന്റ് ഈ തീരുമാനങ്ങൾ എടുക്കാൻ ഇനിയും താമസം വരുത്തരുത്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കണം. അതിന്റെ വിവരങ്ങൾ ഗവൺമെന്റ് പുറത്തുവിടണം. ആ തീരുമാനങ്ങളുടെ മേൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉടനടി തീരുമാനമെടുത്തിട്ട് ഈ 610 കുടുംബങ്ങൾക്ക് നീതി നൽകാൻ കഴിയുന്ന വിധം അവർക്ക് അർഹതപ്പെട്ട ആ ഭൂമിയിലുള്ള അവകാശം സ്ഥാപിച്ചുകൊണ്ട്, അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചുകൊണ്ട് അവർക്ക് നീതി നൽകണം എന്നുള്ളൊരു ഒരു അഭ്യർത്ഥനയാണ് ഈ ധർണ. അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ സമരത്തിൽ ഇനിയും താമസം വരുത്തിയാൽ, മൗനം പാലിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, KRLCBC ഡെപ്യൂട്ടി സെക്രട്ടറി റവറൽ ഡോക്ടർ ജിജു അറക്കത്തറ, കുടുംബി സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് AS ശ്യാംകുമാർ, SNDP മുനമ്പം ശാഖ പ്രസിഡന്റ് മുരുകൻ കാതിക്കുളത്ത്, KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി, KLCAWA സംസ്ഥാന ട്രഷറർ റാണി പ്രദീപ്, KCYM സംസ്ഥാന പ്രസിഡന്റ് പോൾ ജോസ്, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിനോർ റോക്കി റോബി കളത്തിൽ, മുനമ്പം ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ആന്റണി തറയിൽ CP, ചെയർമാൻ ജോസഫ് റോക്കി, വൈസ് ചെയർമാൻ ജോസഫ് ബെന്നി, കോട്ടപ്പുറം രൂപത KLCA പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ, CSS കോട്ടപ്പുറം രൂപത പ്രസിഡന്റ് ജോസ്മോൻ ഫ്രാൻസിസ്, KCYM വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് രാജീവ് പാട്രിക്, KLCA വരാപ്പുഴ അതിരൂപത നേതാക്കളായ ബാബു ആന്റണി, CB ജോയ് എന്നിവരും പ്രസംഗിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ നിന്ന് കളക്ടറേറ്റിന്റെ തെക്കേ ഗേറ്റിലേക്ക് റാലി നടന്നു. വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളിലെ അൽമായ നേതാക്കളും SNDP, കുടുംബി, വേട്ടുവ, ധീവര തുടങ്ങിയ സമുദായങ്ങളുടെ നേതൃനിരയും മുനമ്പം ജനതയും വൈദികരും സന്യസ്തരും KRLCC, KLCA, KCYM, CSS, KLCAWA, KLM തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളും ഉൾപ്പെടെ കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് നൂറുകണക്കിന് പേർ പങ്കെടുത്തു. മുനമ്പം തീരദേശത്തെ 610 കുടുംബങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സമാധാനപരമായാണ് റാലിയും ധർണയും നടന്നത്. നൂറ്റാണ്ടുകളായി മുനമ്പം കടൽ തീരത്ത് മത്സ്യബന്ധനത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബങ്ങൾ 36 വർഷത്തെ നിയമയുദ്ധത്തിനൊടുവിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് ഫറൂഖ് കോളേജിൽ നിന്ന് ഭൂമി വാങ്ങി കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ മാർഗനിർദ്ദേശപ്രകാരം കരമടച്ച് പോക്കുവരവ് നേടി സ്വത്തവകാശം സംരക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ 2022 വഖഫ് ബോർഡിന്റെ അവകാശവാദത്തെ തുടർന്ന് സർക്കാർ ഈ കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്. ഷിക്കനാനൂസ്, കൊച്ചി.